ഏതൊരു സംഭവം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കത് ചെയ്തു നോക്കാൻ തോന്നൂല കേട്ടോ. അതുപോലെ ഞാൻ മാറ്റി വെച്ചൊരു സാധനമാണ് ഈ ഒരു പിക്സൽ ആർട്ട്. ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ് കേട്ടോ ഈ രണ്ടെണ്ണം. ഇതിലെ ഹെലോ കിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ചെയ്തപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയ പോലെയാണ് കേട്ടോ. വീണ്ടും വീണ്ടും ചെയ്തു നോക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു അൺബോക്സിങ് നടക്കുന്നുണ്ട്. ഇതെൻ്റെ ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇതിൻ്റെ കൈ കിട്ടിയത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. രാത്രി ബുക്സ് ഒക്കെ വായിക്കുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എവിടെ വേണമെങ്കിലും നമുക്കിതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു വാം ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഓൾറെഡി ഇതുപോലെ ഗ്രിഡ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ പേജസിലും ഗ്രിഡ് വരച്ച് വെക്കലാണ്. 1/2 സെന്റിമീറ്റേഴ്സ് ആണ് കേട്ടോ ഓരോ ബോക്സും വരുന്നത്. ഇന്ന് നമ്മൾ കുറോമിയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. കുറോമി ഫാൻസ് കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത് നമുക്കിത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മായ്ക്കാൻ പറ്റൂല എന്നല്ല, മായ്ക്കുമ്പോൾ ആ ഗ്രിഡ് ഒന്നായിട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാം പണി എടുക്കേണ്ടി വരും. മുന്നേ ചെയ്തിട്ടുള്ള 2 പേർക്കും ഞാൻ നല്ല സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ആകെപ്പാടെ കൊളായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതൊന്നും കൂടി വരച്ചതാണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു പിക്ചർ റെഫറൻസ് എടുത്തിട്ട് അതുപോലെ ചെയ്യാൻ കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സിന് തുടങ്ങുക. പിന്നെ നമുക്ക് വലിയ വലിയ പിക്ചേഴ്സ് വരക്കാം കേട്ടോ. ആ ഒരു ഹേർട്ട് നന്നായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു ഹെലോ കിറ്റി ചെയ്തത്. പിക്ചേഴ്സ് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഗ്രിഡ് റേസ് ചെയ്ത് കൊടുക്കലുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് തോന്നല്. ഞാനിപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് ബുക്കിൽ ചെയ്യായതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആ ഒരു ഹെലോ കിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.